പ്രൈസ് ദി ലോർഡ്. മദ്യപാനത്തിൻ്റെ തുടർമാനമായി രണ്ടാം ഭാഗമായിട്ട് ഇതിടുകയാണ്. തീർന്നില്ല, ആദ്യത്തെ ഭാഗം തീർന്നില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്നൊക്കെ തിരുവഴുത്തിൽ കാണുന്നുണ്ട്. ഞാനിതിനോട് ചേർന്ന് നമ്മൾ ആരെയും പിരിക്കാനൊന്നും നമ്മൾ തയ്യാറല്ല. ഗവൺമെൻറ് എങ്ങനെ കാശുണ്ടാക്കാമെന്നും ഏത് വിധത്തിൽ പാവങ്ങളെ പിഴിയാമെന്നുമാണ് ഗവൺമെൻറ് നോക്കുന്നത്. കേരള ഗവൺമെൻറ് തന്നെ നോക്കിക്കേ, തല പോയാലും വേണ്ടിയില്ല. ഇവിടെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, ഒരു ഭവനം പണിതു, കോടിക്കണക്കിന് രൂപയുടെ കടമുണ്ട്, പക്ഷേ ഞങ്ങൾ ടാക്സ് കറക്റ്റ് ഓൺ ടാക്സ് 1 ലക്ഷം രൂപ കിട്ടി, മാസം തോറും വർഷം തോറും 7500 രൂപ കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, വീട്ടുകരം 3500 4000 രൂപ അടയ്ക്കുന്നുണ്ട്, വസ്തുവിൻ്റെ കരം ഞങ്ങൾ 1000-ലധികം രൂപ അടയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എഴുതി വച്ചിരിക്കുന്നു പെൻഷൻ കൊടുക്കാൻ കാശില്ല, അതുകൊണ്ട് പാവപ്പെട്ടവർ വെളിനാട്ടിൽ കിടന്ന് അധ്വാനിച്ച് പാവപ്പെട്ടവർ ഒരു ഭവനം പണിത് കിടക്കുമ്പോൾ അവരെ ഉപദ്രവിക്കുക. ഇപ്പോൾ ആ സഹോദരൻ പറഞ്ഞ് 1 ലക്ഷം രൂപ അവർക്ക് അടയ്ക്കണം. അദാലത്ത് വെച്ചു. അദാലത്തിൽ പോയിട്ട് വന്നിട്ട് പറയാം 1 ലക്ഷം രൂപ 1 രൂപ കുറയ്ക്കത്തില്ലെന്ന്. മോളിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ മതി. പാവപ്പെട്ടവർ കിടന്ന് കഷ്ടപ്പെടുക. അടുത്ത വർഷം വരെ അതിൽ നിന്ന് പിന്നെയും കൂട്ടിക്കൊണ്ട് 2 ലക്ഷമാക്കി. ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് ഒതുങ്ങത്തില്ല, അടുത്ത വർഷം 2 ലക്ഷം രൂപ, അതിനൊന്നും പേടിക്കണ്ട, വിറ്റുപറക്കി അടുത്ത പരിപാടി നോക്കാൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വളരെ ബുദ്ധിപൂർവമായി കാര്യങ്ങൾ കേൾക്കണമേ. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കേൾക്കണം, നല്ലതുപോലെ കേൾക്കണം. ഞാൻ പുസ്തകത്തിലേക്ക് എഴുതിയെടുത്ത് വായിച്ചതുകൊണ്ട് എനിക്ക് ശരിക്ക് എന്തോ കണ്ണാടി ക്ലിയറായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പറയുക, മദ്യം ആരെയും എങ്ങും കൊണ്ട് എത്തിച്ചിട്ടില്ല. ഞാനൊരു ചിന്ത എൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. അതിനകത്ത് ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, മഹാപുരോഹിതനായ അഹരോന്റെ മക്കൾ നാദാബും അബീഹുവും അന്യാഗ്നി കത്തിച്ചു. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 10 വരെ വായിച്ചാൽ മതി. ഈ അന്യാഗ്നി എന്താണ്? അതിൻ്റെ 7 ലേവ്യ പുസ്തകം 10-ാം അധ്യായം 7, 8, 9, 10 വാക്യം വായിക്കുമ്പോൾ അവിടെ കിടപ്പുണ്ട്. ദൈവം കൽപ്പിച്ചിട്ടില്ലാത്ത അന്യാഗ്നി എന്ത് തന്നെയായാലും, വീഞ്ഞു കുടിക്കരുത്, മദ്യം ഉപയോഗിക്കരുത്, ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ ഇതൊന്നും ഉപയോഗിക്കരുത്. കാരണം നിങ്ങളുടെ തലയിൽ അഭിഷേക തൈലം ഉണ്ടല്ലോ, നിങ്ങൾ വിശുദ്ധരല്ലോ എന്ന് ദൈവം പ്രമാണം കൊടുത്തിട്ട് അതിന് ഓപ്പോസിറ്റായിട്ട് ആരും കാണാതെ പോയി എൻ്റെ ഭാഷ പറഞ്ഞ 7, 8 ഇവന്മാർ മദ്യം കുടിച്ചു. ഇന്ന് ക്രിസ്ത്യാനികളും കുടിക്കുന്നുണ്ടല്ലോ. എപ്പോഴും ഞാൻ എടുത്തു പറയും, ക്രിസ്മസിനും ന്യൂ ഇയറിനും ചിലവാകുന്നത് പോലെ മദ്യം വേറെ ഒന്നിലും ചിലവായിട്ടില്ല. ഹൈന്ദവ സഹോദരങ്ങൾ ഉത്സവം നടത്തുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒരു അംശം മദ്യം ചിലവാകുന്നില്ല. എന്താ യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മദ്യമാണോ കുടിക്കുന്നത്? യേശുക്രിസ്തു ജനിച്ചത് മദ്യം കൊടുക്കാനാണോ വന്നത്? അപ്പോൾ ചോദിക്കുന്നത്, വീഞ്ഞ് ഉണ്ടാക്കി കൊടുത്തില്ലേ? അതെ, കൊടുത്തു. ഞാനൊരു കാര്യം പറയാം. തുടക്കത്തിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, പച്ചവെള്ളത്തിൽ നിന്ന് വീഞ്ഞുണ്ടാക്കി കുടിക്കുക, ഞങ്ങൾ സപ്പോർട്ട് തരാം. നിറമില്ലാത്ത, മണമില്ലാത്ത, രുചിയില്ലാത്ത, രൂപമില്ലാത്ത, ഗുണമില്ലാത്ത പച്ചവെള്ളത്തിൽ നിന്ന് നീ മദ്യം ഉണ്ടാക്കി കുടിക്കുക, വീഞ്ഞുണ്ടാക്കി കുടിക്കുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഞാൻ സപ്പോർട്ട് ചെയ്യാം, ഞങ്ങളത് പറയുന്നില്ല. കാരണം എല്ലാവരും അനുകൂലിക്കണമെന്നില്ലല്ലോ. ഞാൻ സപ്പോർട്ട് ചെയ്യാം, പക്ഷേ കർത്താവ് ചെയ്തതുപോലെ ആയിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ ചെയ്തതുപോലെ ആയിരിക്കണം. അപ്പോൾ അടുത്ത് പറയുന്നത് തിമത്യോസ് അല്പം വീഞ്ഞ് സേവിച്ചോളാൻ പറഞ്ഞു. തിമത്യോസ് 1:5-22-23. എൻ്റെ അജീർണത നിമിത്തം അല്പം വീഞ്ഞ് സേവിക്കുക, കുടിക്കുക എന്നല്ല. കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളവരാ ശരിയായ മാർഗത്തിൽ നടക്കാത്തത്. മനസ്സിലായല്ലോ? അവിടെ എഴുതിയിരിക്കുന്ന പദം സേവിക്കുന്നത് മരുന്നായിട്ട് സേവിക്കാനാണ്, കുടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പോയി മലയാളം നല്ലപോലെ പരിഭാഷ പഠിച്ചിട്ട് വരി. വെളിപ്പാട് 21:8 ലാസ്റ്റിൽ കൊണ്ടെന്ന് പറയാം, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല.
നിങ്ങൾ കുടിച്ചാലും കുഴപ്പമില്ല, ഇങ്ങ് പോരെന്നല്ലേ പറയുന്നത്. പൂച്ച കരയുന്നല്ല, ഇങ്ങ് പോരട്ടെന്നാ. ചിലരൊക്കെ പറയും കുഴപ്പമില്ല, നിങ്ങൾ കുടിച്ചിട്ട് പോവാ, ഞാൻ കർത്തൃമേശയാരാ. അങ്ങനെയാണെങ്കിൽ ഏതൻ തോട്ടത്തിൽ കർത്താവ് പിടിച്ചു നിർത്തണ്ടേ? അവിടെ തോട്ടത്തിനകത്ത്, സഭയാൻ തോട്ടത്തിനകത്ത് പിടിച്ചു നിർത്തണ്ടേ? തെറ്റ് ചെയ്തപ്പോൾ പുറത്താക്കിയില്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നോക്ക്. 2-ാം അധ്യായത്തിൽ പ്രമാണം കൊടുത്തു. സഭയാൻ കുടുംബത്തോട് പറയുക, നാമതേ ക്രിസ്ത്യാനിക്കാരും കുടിക്കും. ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ കൂടെ വന്നിരുന്നാ കുടിക്കുന്നതെന്ന്. എനിക്ക് പറയാൻ പറഞ്ഞ മടിയൊന്നുമില്ല. എനിക്ക് നിങ്ങൾ ചിലപ്പോൾ പറയും സുബോധം ഇല്ലാതെയാണ് പറയുന്നത്. അതെ, സുബോധത്തോടെയാണ് പറയുന്നത്. നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെന്ന് പറയും. കാരണം എനിക്കറിയാം ഞാൻ സുബോധത്തോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചോണ്ടേ. അമ്മാർ മദ്യം അടിച്ചിട്ട് എന്ന് ദൈവത്തിൻ്റെ യാഗപീഠത്തേക്ക് കയറിയതാണ്. ഞാൻ പറയുക, കർത്താവ് എന്താ ഇവർ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? അതിന് സഭാപ്രസംഗം 8:11 പറയുന്നുണ്ട്, ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യൻ ദോഷം ചെയ്യുവാൻ താല്പര്യപ്പെടുക. ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, പഴയ നിയമത്തിലൊക്കെ ആണെങ്കിൽ അന്നേരം തട്ടും. ഞാൻ പറയുന്നത്, ദൈവമക്കളെന്ന് പറയുന്നവരെ ഇങ്ങനെ ചെയ്യുന്നവനെ അന്നേരം തട്ടിയേക്കണം. അവനെ വച്ചേക്കരുത്. ആരെയാലും വച്ചേക്കരുത്. കള്ള് കുടിക്കുന്ന അമ്മാമ്മമാരുണ്ട്, കള്ള് കുടിക്കുന്ന അച്ചായന്മാരും ഉണ്ട്. ജാതി മത ഭേദമന്നെ, സംഘടന വ്യത്യാസമന്നെ കുടിക്കുന്നവരുണ്ട്. ഞാൻ പണ്ട് ഒരു കോളേജ് പ്രൊഫസറുടെ ലോറി ഓടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം ഇത് കേൾക്കുന്നുണ്ട്. വേറൊന്നും ഞാൻ പറയുന്നില്ല. കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറുടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം അല്പം പാർട്ടീസൊക്കെ അടിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും, ധർമ്മരാജൻ അന്ന് ലോറി ഡ്രൈവർ ആയിരിക്കുമ്പോഴും കുടിച്ചിട്ടില്ല. വണ്ടിയും കൊണ്ട് ഞാനാ പോകുന്നത്, കാറും കൊണ്ട് ഞാൻ കൊണ്ട് വെളിയിലിട്ടിട്ട് അവിടെ കിടക്കുക. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ എന്നിട്ട് അവർ ടീമായിട്ട് കയറും. നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റണം. ഒരാളോട് സുവിശേഷം പറയുമ്പോൾ പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റണം. മനസ്സിലായി? അതുകൊണ്ട് കള്ളുകുടിയെ നിർത്ത്. കള്ളുകുടി നമുക്ക് വേണ്ട. കുടുംബത്തിൽ സമാധാനം, സന്തോഷം ഉണ്ടാകട്ടെ. എത്ര നാളായി കോപ്പി അടിച്ച് എഴുതി വെച്ചിരിക്കുന്നതറിയാം. പല പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയതും ബൈബിളും കൂടെ ചേർത്ത് ഇത് പറയുമ്പോൾ, വിയപുരം ജോർജ് കുട്ടി എന്ന് പറഞ്ഞ ദേവദാസൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അതിന്നും കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കാര്യം സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്തിൽ ജീവിതം ഒന്നേ ഉള്ളൂ. ഒരിക്കൽ ഒരു അറബി സഹോദരൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ ഒരാഴ്ചക്കാലം ജീവിച്ചിട്ടൊന്നും തൃപ്തിയൊന്നും വരുന്നില്ലെന്ന്. ഒരിക്കൽ ജനിച്ചു, മരിച്ചു, വീണ്ടും ജനിച്ചു, വീണ്ടും മരിച്ചു, വീണ്ടും ജനിച്ചു, വീണ്ടും മരിച്ചു, വീണ്ടും ജനിച്ചു, വീണ്ടും മരിച്ചു. അതാണെങ്കിൽ കുറച്ച് സ്വസ്ഥത കിട്ടുമായിരുന്നെന്ന് എന്നോട് പറഞ്ഞ കാര്യം. പുള്ളിയുടെ ആഗ്രഹം കണ്ടോ? അപ്പോൾ ഒരു ജീവിതമേ ഉള്ളൂ. ഞങ്ങൾ പണ്ട് ലോറിയിൽ എഴുതുമായിരുന്നു, ആർട്ട് ഈസ് ലോങ്, ലൈഫ് ഈസ് ഷോർട്ട്. ജീവിതം ചെറുത്, കല വലുത്. ഇത് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീരുമ്പോഴാ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി മാറുന്നത്. സങ്കീർത്തനം 49:20 കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. ഞാനിങ്ങനെ അവിടെ നിന്നുകൊണ്ട് പറയാറുണ്ട്, ഒരു മൃഗം ഒരാഴ്ചക്കാലം മുഴുവനും ജീവിച്ചാലും മനുഷ്യനാകത്തില്ല. മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് മൃഗമായി മാറുന്നു. മനസ്സിലായല്ലോ എൻ്റെ ചിന്താവിഷയത്തിലേക്ക് ഞാൻ ഓടി വരിക. ഞാനൊരു പാട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. എഴുതി ഇട്ടില്ല, എല്ലാം കൂടി ഇട്ട് മനുഷ്യനൊന്നും കേൾക്കാനൊന്നും സമയമില്ലെന്ന്, കാണാനൊന്നും സമയമില്ല. എന്നിരുന്ന് കേൾക്കാൻ, വചനം കേൾക്കാൻ, ഒരാത്മീയഗീതം പാടി അത് കേൾക്കാൻ ഒക്കെ ആർക്കും സമയമില്ല. ഒരിക്കലീ ഭവനം വിട്ട് ഒരിക്കലീ ലോകം വിട്ട് പറന്നു പോകും.
ഒരിക്കലി ഭവനം വിട്ട് അകന്നു പോകും, ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും. ഒരിക്കലി ഭവനം വിട്ട് അകന്നു പോകും, അകന്നു പോകും, നാം അകന്നു പോകും. ഒരിക്കലി ഭവനം വിട്ട് അകന്നു പോകും, പറന്നു പോകുന്ന പറന്നു പോകും. ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും, ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും. ഒരിക്കലി ഭവനം വിട്ട് അകന്നു പോകും. സ്വർഗത്തിലേക്കാണോ പോകുന്നത്, അതോ നരകത്തിലേക്കാണോ പോകുന്നത്? സ്വർഗത്തിലേക്കാണോ നാം പോകുന്നത്, നരകത്തിലേക്കാണോ നാം പോകുന്നത്? ഒരിക്കലി ഭവനം വിട്ട് അകന്നു പോകും, ഒരിക്കലി ലോകം വിട്ട് പറന്നു പോകും. എല്ലാം വിട്ട് ഒരിക്കൽ പോകണം, നിത്യത കിട്ടണം. പ്രസംഗിക്കുന്ന ധർമ്മരാജന് നിത്യത കിട്ടണം. അനേക കുടുംബങ്ങൾ നശിച്ചു കിടക്കുന്നത് കൊണ്ടാണ് വർഷങ്ങളായി എഴുതി വെച്ച് കഴിഞ്ഞ ഡിസംബറിൽ ഇടണമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത ഡിസംബറിൽ ധർമ്മരാജനുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റത്തില്ല. കാരണം സദൃശവാക്യം 27:1 പറയുന്നു, നാളത്തെ ദിവസത്തെ ചൊല്ലി നീ പ്രശംസിക്കരുത്, ഒരു ദിവസത്തിൽ എന്തെല്ലാം നടക്കുമെന്ന് നാം അറിയുന്നില്ലല്ലോ. അതേ സഹോദര, കട്ടിൽ കിടക്കയിൽ വെച്ചോ, പള്ളിയിൽ പോകുന്നേരത്തോ, കാട്ടിൻ മലകളിലോ, റോഡിൽ തെരുക്കളിലോ, കൂട്ടുകാർ ചേർന്ന് വഴി നടക്കുമ്പോഴോ, എപ്പോഴാണെൻ്റെ സോദര മൃത്യു വരുന്നത് ഓർക്കായിലെന്ത് കട്ടമേ. ഏത് സമയത്തും വരാം. കള്ളു കുടിച്ച് സ്വർഗത്തിൽ പോകാമെന്ന് ഒരു ക്രിസ്ത്യാനികളും വിചാരിക്കണ്ട, നാമധേയ ക്രിസ്ത്യാനികളും വിചാരിക്കണ്ട, ബന്ധക്കോസുകാരനും വിചാരിക്കണ്ട. അപ്പം രണ്ടു കൂട്ടർക്കും പടക്കമില്ലല്ലോ. രണ്ടു കൂട്ടരും തല്ലുന്നെങ്കിൽ എന്നെ തല്ലിക്കോ. ഇത്രയും ഭാഗങ്ങൾ കഴിഞ്ഞ വീഡിയോയിലിട്ട ഭാഗങ്ങൾ ഇരുന്ന് കേൾക്ക്. നയാഗ്ര വെള്ളച്ചാട്ടത്തിൽ കൂടെ ഒഴുകി വന്ന ശവത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന കഴുകൻ്റെ രീതിയും, വയൽ വരമ്പത്തൂടെ നടന്നുപോയി ഉഴുന്നുവട താഴെ വീണ ഉഴുന്നുവടയാണെന്നും പറഞ്ഞ് രാത്രിയിൽ കുട്ടമാക്രിയെ പിടിച്ച് ചൊറിയമാക്രിയെ പിടിച്ച് കടിച്ചു പറിച്ച് തിന്നവൻ്റെ കാര്യവും ഒക്കെ ഒന്ന് മനസ്സിലാക്ക്. ഇതൊക്കെ നമ്മളെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുവേ. നിൻ്റെ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടുവേ. കള്ളുഷാപ്പുകാരൻ്റെ മക്കൾ ഇന്നോവ കാറിൽ നടക്കുമ്പോൾ നിൻ്റെ കുഞ്ഞ് ഒരു സൈക്കിളിൽ പോലും പോകാൻ കഴിയാതെ ഇരിക്കുന്നില്ലേ? പ്രിയ സഹോദര, ഒരു മാറ്റം ഉണ്ടാകട്ടെ. ഇതൊരു ക്രിസ്മസ് സന്ദേശമായിട്ട് ഞാൻ പറയുന്നതല്ല, ഇത് ക്രിസ്മസ് സന്ദേശമൊന്നുമല്ല. ഓരോ കുടുംബങ്ങളിൽ അനുഭവിക്കുന്ന വേദനയ്ക്കൊരു മറുപടി ഉണ്ടാകാൻ വേണ്ടി പറയുന്നതാണ്. പാട്ട് പാടിയതുപോലെ നരകത്തിലേക്കുള്ള എളുപ്പവഴി. ക്രിസ്തീയ വിശ്വാസം പിൻപറ്റുന്നവർ എന്ന് അഭിമാനിക്കുന്നവരിൽ തന്നെയും നല്ലൊരു പങ്ക് മദ്യപിക്കുന്നവർ ആണെന്നുള്ളത് ഖേദകരമാണ്. അതിന് അവർ ബൈബിളിലെ തന്നെ ചില വാക്യങ്ങൾ തങ്ങളുടെ ഹിതത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അതിന് അവർ പറയുന്നത് കാനാവിലെ കല്യാണത്തിന് യേശു വെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. രണ്ടാമത് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞ കാര്യമാണ്. തീമോഥെയോസിന് എഴുതിയ 1 ലേഖനം 5:22-23. അപ്പോൾ നിങ്ങൾ അതൊന്നും നോക്കി വായിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കാനാല് പച്ചവെള്ളം എടുക്കുക, അതിനെ എടുത്തിട്ട് പ്രാർത്ഥിച്ച് നീ വീഞ്ഞാക്കി കുടിക്കുക.
തിമോത്തിയോസിനോട് കുടിക്കാനല്ല പറഞ്ഞത്, സേവിക്കാനാ. അഹരോന്റെ മക്കൾ കണ്ട 2 എണ്ണം. ലേവ്യ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 10 വരെ വായിച്ചോണം. മദ്യം അടിച്ചിട്ട് അന്ന് ശുശ്രൂഷയിൽ കയറി തട്ടിക്കളഞ്ഞു. ഇന്ന് മദ്യം അടിച്ചിട്ട് കയറി നിൽക്കുന്നവനെ തട്ടുന്നില്ലെന്ന്. ഞാൻ തട്ടണമെന്നാ പ്രാർത്ഥിക്കുന്നത്, തട്ടിക്കളയണമെന്ന്. അവനെയൊന്നും വച്ചേക്കരുത്. ന്യായപ്രമാണം കോട്ടിക്കളയുന്ന ഒരെണ്ണത്തിനെയും, ദൈവവചനം കോട്ടിക്കളയുന്ന ഒരെണ്ണത്തിനെയും വച്ചേക്കരുതെന്ന് ഞാൻ പറയുന്നത്. ഞാനടക്കം. കാരണം ദുഷ്പ്രവൃത്തികളെ ശിക്ഷാവിധി തൽക്ഷണം നടക്കുന്നല്ലോ. എക്ലീസിയസ് ചാപ്റ്റർ 8:11 നടക്കുന്നില്ലല്ലോ. പിന്നെ ഒരു പദമെടുത്ത് വ്യാഖ്യാനിക്കുന്നത് റോമർ 8-ാം അധ്യായം. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. അത് ഇവിടുത്തെ കാര്യമല്ല കേട്ടോ. പ്രസംഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചോണം. ഇവിടുത്തെ കാര്യമല്ല, സ്വർഗത്തിലെ കാര്യമാണ്. അവനവൻ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് യഹോവയുടെ ന്യായസ്ഥലത്തിന് മുൻപാകെ നിൽക്കേണ്ടതാ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ശിക്ഷാവിധിയില്ല. ദൈവമക്കൾക്ക് ന്യായവിധിയാവുള്ള ശിക്ഷ കൊടുക്കേണ്ട ജഡത്തില. അവിടെ പോകുന്നത് സ്വർഗീയ ദൂതന്മാർക്ക് ദൈവത്തിന് തുല്യമായ ശരീരം ധരിച്ചുകൊണ്ടാണ്. സ്പിരിച്വൽ ബോഡിയാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ശിക്ഷാവിധിയില്ല. പക്ഷെ ശിക്ഷാവിധി ഉണ്ട്. ആർക്ക്? ജഡത്തിൽ ജീവിച്ച് മരിക്കുന്നവന്, കള്ളു കുടിക്കുന്നവന് ജഡത്തിൽ ശിക്ഷാവിധി ഉണ്ട്. അതൊക്കെ വേറെ സബ്ജക്റ്റാണ്, ഞാനല്ലേ കിടക്കുന്നില്ല. എന്നാൽ ദൈവവചനം നന്നായി, ഈ 2 വാക്യം നമ്മൾ പഠിച്ചിട്ട്, എന്നാൽ ദൈവവചനം നന്നായി പഠിക്കാത്തത് കൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. യഹൂദന്മാരുടെ ചരിത്രം പഠിച്ചാൽ അവരുടെ ഭക്ഷണമേശയിലെ ഒരു പാനീയം ആയിരുന്നു മുന്തിരിച്ചാറ്. മുന്തിരിങ്ങ ചക്കരട്ടാട്ടി അതിൻ്റെ നീര് അവർ ഭക്ഷണത്തോടു കൂടെ ഉപയോഗിക്കുമായിരുന്നു. വിവാഹ ദിവസങ്ങളിലും ആഘോഷവേളകളിലും ഇത്തരം വീഞ്ഞ് അവർ ഉപയോഗിച്ചതായി ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നു. ആ മുന്തിരി ജ്യൂസ് ഇന്ന് നാമും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. കർത്താവ് വെള്ളം പ്രാർത്ഥിച്ച് വീഞ്ഞാക്കിയതുപോലെ ആരെങ്കിലും വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് വീഞ്ഞാക്കി കുടിക്കണമെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. മുന്തിരിയിൽ നിന്നെടുക്കുന്ന ഈ മുന്തിരി ജ്യൂസ് ചില ദിവസങ്ങൾ പഴകുമ്പോൾ അത് ലഹരിക്കുകയും ചെയ്യും. അത് മനുഷ്യൻ കുടിക്കുമ്പോൾ അവന് തലയ്ക്ക് മത്ത് പിടിക്കും. അതറിയാവുന്ന പൗലോസ് അപ്പോസ്തലൻ നമുക്ക് പ്രത്യേക നിർദ്ദേശം നൽകുന്നത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാവുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. എഫേസ്യർ 5-ാം അധ്യായം 18 മുതൽ 20 വരെ. വീണ്ടും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ധ്യാനശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കുത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഇപ്പോഴും മുൻകൂട്ടി പറയുന്നു. ഗലാത്യർ 5:19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഗലാഷ്യൻ ചാപ്റ്റർ 5 വേഴ്സസ് 19 to 21. മനസ്സിലായല്ലോ? വീണ്ടും വായിച്ചാൽ, നിങ്ങളുടെ മനസ്സാക്ഷി പറഞ്ഞ് അത് ചെയ്യുക. അത് മനസ്സാക്ഷി പറഞ്ഞ് അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരിക്കൽ ഒരാൾ മറ്റൊരാളിനോട് പറഞ്ഞു. എടാ, പള്ളിമുറ്റത്ത് നിന്നാണ് കള്ളം പറയുന്നത്. അപ്പോൾ അവൻ പറയുന്നത്, വെളിയിൽ നിന്ന് കള്ളം പറഞ്ഞാലും ദൈവ സാന്നിധ്യത്തിൽ കള്ളം പറയരുത് എന്നാണ്. മാന്യ സ്നേഹിത, നിന്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ ദൈവം നിന്നിലാണ് വസിക്കുന്നത്. ആകയാൽ ഈ ശരീരത്തെ അശുദ്ധമാക്കുന്ന പുകവലി, മദ്യപാനം, വ്യഭിചാരം ചേരാത്ത ഒരു കാര്യവും ചെയ്യുവാൻ പാടുള്ളതല്ല. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന നിന്റെ ശരീരത്തെ അശുദ്ധമാക്കി നശിപ്പിച്ചാൽ ദൈവം നിന്നെയും നശിപ്പിക്കും എന്നുള്ളതിന് 2 പക്ഷമില്ല. ദൈവത്തിൻ്റെ മന്ദിരമാണ്. കൊരിന്ത്യർക്ക് 1:16-17, 6-ാം അധ്യായം 19-ാം വാക്യം 20-ാം വാക്യം പറയുന്നു. കൊരിന്ത്യർക്ക് 2-ാം ലേഖനം 6:16-17 വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും.
ആകയാൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ലഹരി പിടിച്ച് വീഞ്ഞും മദ്യവും കഴിക്കുവാൻ മദ്യവും കഴിക്കുവാൻ പാടുള്ളതല്ല. ക്രിസ്തുമസിനും ഈസ്റ്ററിനും മറ്റും ക്രിസ്തീയ ആഘോഷവേളകളിൽ കർത്താവിൻ്റെ നാമത്തിൽ മദ്യം വിളമ്പുന്നതും മദ്യപാനം ചെയ്യുന്നതും ഓർത്ത് കർത്താവ് ദുഃഖിക്കുന്നു. കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. മത്തായി 7:21-22. ഈ ലേഖനം വായിക്കുന്ന ആരെങ്കിലും, ഇത് പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ തലമുറകളെ ഓർത്ത് ദൈവവചനം വായിക്കുക, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക. മറ്റൊരുത്തനിലും രക്ഷയില്ല. അപ്പോസ്തലപ്രവൃത്തി 4:12. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. സബ്സെ ബഡാ നാം യേശു മിശിഹ നാം. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കൽ ഒരു മദ്യപാനി ഒരു സുവിശേഷകനോട് ചോദിച്ചു, അല്ലയോ ഉപദേശി, നരകത്തിലേക്ക് പോകുന്ന വഴി ഏതാണ്? അപ്പോൾ ആ ഉപദേശി പറഞ്ഞു, ഇപ്പോൾ പോകുന്ന വഴി നേരെ തന്നെ പോയാൽ അവിടെ തന്നെ ചെല്ലുമെന്നുള്ളതിന് ഒരു രണ്ട് പക്ഷമില്ല. നീ പോകുന്ന വഴിയേ അങ്ങ് പോയാൽ മതി. കണ്ടോ? ഉപദേശി എന്ന് പറഞ്ഞ പണ്ടുള്ള ഭക്തന്മാരൊക്കെ പാടി, യാത്ര ചെയ്യൂ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിന, ജീവൻ വച്ചിടൂ രക്ഷകനായി അന്ത്യശ്വാസം വരെയും എന്നുള്ള ഒരുപാട്. യാത്ര ചെയ്യൂ ഞാൻ USA-യിൽ, യുദ്ധം ചെയ്യും ഞാൻ അമേരിക്കയിൽ. യാത്ര ചെയ്യും ഞാൻ USA-യിൽ, യുദ്ധം ചെയ്യും ഞാൻ അമേരിക്കയിൽ. ജീവൻ വച്ചിടോ ഡോളറിന അന്ത്യശ്വാസം വരെയോ. യാത്ര ചെയ്യൂ ഞാൻ USA-യിൽ, യുദ്ധം ചെയ്യും ഞാൻ അമേരിക്കയിൽ. ജീവൻ വച്ചിടോ ഡോളറിന അന്ത്യശ്വാസം വരെയോ. പഴയ നിയമ ഭക്തന്മാരും പാടി, ഇന്നത്തെ ഭക്തിമാന്മാരും പാടി, ഭക്തി നടിക്കുന്നവരും പാടി. വിഷയത്തിലേക്ക് വരാം. അതുകൊണ്ട് നരകത്തിലേക്ക് പോകുന്ന DL മൂടി എന്ന കർത്തദാസനോട് ചോദിച്ച ചോദ്യമാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക, പ്രാർത്ഥനയോടെ ആയിരിക്കുക. ബൈബിൾ എന്ത് പറയുന്നു? മദ്യപാനത്തെക്കുറിച്ച് തിരുവെഴുത്ത് വീണ്ടും എന്ത് പറയുന്നു? ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാത്ത ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സദൃശവാക്യങ്ങൾ 25-28. ഒന്നുകൂടെ വായിക്കാം. ആത്മസംയമനം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. സ്വയം നിയന്ത്രണമാണ് ജീവിതത്തിൽ വിജയം. ഒരിക്കൽ യാക്കോബ് തൻ്റെ മക്കളുടെ ഭാവിയെക്കുറിച്ച് അവരോട് പ്രവചിക്കുമ്പോൾ മൂത്ത മകൻ രൂപനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു. മൂത്തമൻ രൂപനെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാകുകയില്ല. ഉൽപ്പത്തി 49:3-4-5 വാക്യം. നീ ശ്രേഷ്ഠനാകത്തില്ല. വെള്ളത്തിന് രൂപമില്ല. വെള്ളത്തിന് ഏത് പാത്രത്തിൽ നാം ഇരിക്കുന്നുവോ അതിനനുസരിച്ചുള്ള രൂപമാണ് അതിനുള്ളത്.
ഏത് പാത്രത്തിൽ ഇരിക്കുന്നുവോ അതിനനുസരിച്ചുള്ള രൂപമാണ്. എങ്ങോട്ട് താഴ്ച കാണുന്നുവോ അങ്ങോട്ട് ഒലിച്ചു പോകും. നിയന്ത്രണമില്ല. അങ്ങനെയുള്ളവർ ശ്രേഷ്ഠരാകുകയില്ല. നാം ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ടാണ് ജനിച്ചത്. നമ്മുടെ ജീവിതം കുത്തഴിഞ്ഞ അനുഭവമാണെങ്കിൽ യാതൊരിക്കലും വിജയകരമായി തീരണമെന്നില്ല, തീരുകയില്ല. നിയന്ത്രണങ്ങൾ എല്ലാറ്റിനും ആവശ്യമാണ്. തീരുമാനങ്ങൾ നാം എടുക്കുകയും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും വേണം. ബാബിലോൺ അടിമകളായി കൊണ്ടുപോയ യഹൂദ ബാലന്മാർ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിന് നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യന്മാരുമായ ചിലരെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ദാനിയേലും ഹനന്യാവും മീശായേലും അസര്യാവും ഉണ്ടായിരുന്നു. അവർക്ക് രാജഭോജനവും രാജകീയ വീഞ്ഞും കൊടുക്കുവാൻ രാജാവിൻ്റെ കൽപ്പനയുണ്ടായിരുന്നു. എന്നാൽ അവരുടെ വിചാരകനെ നിയമിച്ചിരുന്ന ബെൽസറിനോട് എന്നാൽ അവരുടെ വിചാരകനായി നിയമിച്ചിരുന്ന ബെൽസറിനോട് രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കിയില്ല എന്നുള്ള അവരുടെ ഉറച്ച തീരുമാനം അറിയിക്കുകയും 10 ദിവസം പരീക്ഷിച്ച് നോക്കുവാനായി അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും നിന്നും വ്യത്യസ്തമായ അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരുമായി കാണുകയുണ്ടായി. പ്രകാരം തീരുമാനത്തിൽ ഉറച്ചു നിന്ന ഈ ബാലന്മാരെയാണ് ദൈവം പിൽക്കാലങ്ങളിൽ കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചത്. അതിൽ ദാനിയേലിനെ ബാബേൽ സ്ഥാനത്തൊക്കെയും അധിപതിയായും ബാബേലിലെ സകല വിദ്വാൻമാർക്കും പ്രധാന വിചാരകനായും ആക്കി ഉയർത്തുകയുണ്ടായി. ദാനിയേൽ പ്രവചനം 1:1-17 വരെ, 2:48, ദാനിയേൽ 2:48-49 വാക്യങ്ങൾ. ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ്. കുറച്ച് വായിച്ച് അങ്ങ് പോകുന്നെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ യിരെമ്യാ പ്രവാചകന്റെ കാലത്ത് രേഖാബ്യ ഗ്രഹത്തിലുള്ളവരെ പരീക്ഷിക്കേണ്ടതിനായി ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ രേഖാബ്യ കുടുംബത്തിൻ്റെ അടുക്കൽ ചെന്ന് അവരോട് സംസാരിച്ച് അവരെ യഹോവയുടെ ആലയത്തിൻ്റെ ഒരു മുറിയിൽ കൊണ്ടുവന്ന് അവർക്ക് വീഞ്ഞു കുടിപ്പാൻ കൊടുക്കുക. യഹോവ പറഞ്ഞതനുസരിച്ച് അവരെ എല്ലാവരെയും കൂട്ടി യഹോവയുടെ ആലയത്തിൻ്റെ ഒരു ഉൾമുറിയിൽ കൊണ്ടുവന്ന് വീഞ്ഞു നിറച്ച കുടങ്ങളും പാനപാത്രങ്ങളും അവരുടെ മുൻപിൽ വെച്ചിട്ട് വീഞ്ഞു കുടിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞു. എന്നാൽ അവർ പറഞ്ഞു, ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. ഞങ്ങളുടെ പിതാവായ യോനാദാബ് ജീവനോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വീഞ്ഞു കുടിക്കരുത്. അതുകൊണ്ട് അവർ വീഞ്ഞു കുടിക്കാതെ അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഉടനെ യിരെമ്യാവ് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അങ്ങനെ പറഞ്ഞു, രേഖാബ്യ കുടുംബം അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനാൽ എൻ്റെ മുൻപാകെ നിൽപ്പാൻ രേഖാബിൻ്റെ മകനായി യോനാദാബിന് ഒരു പുരുഷൻ ഒരിക്കലും ഇല്ലാതെ വരികയില്ല. യിരെമ്യാവ് 35:1-19 വരെയുള്ള വാക്യമാണ് വായിച്ചത്. ഏത് കാലത്ത് തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നവരെയാണ് എൻ്റെ ദൈവത്തിന് ആവശ്യം. ആകയാൽ നമുക്കും ദൈവ വിഷയമായി തീരുമാനങ്ങൾ എടുക്കാം, അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യാം. മദ്യപാനികളായ പലരുടെ ഉള്ളിൽ ഉള്ള ആഗ്രഹമാണ് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും വിടുതൽ പ്രാപിക്കണമെന്നുള്ളത്. എന്നാൽ ഇപ്പോഴും ചെളിക്കുഴിയിൽ അകപ്പെട്ട മനുഷ്യൻ അതിൽ നിന്ന് കയറുവാൻ കഴിയാതെ വീണ്ടും ചെളിയിലേക്ക് പോകുന്നു പോലെ തൻ്റെ മദ്യപാനത്തിൽ നിന്ന് കൂടി വരികയും അതിന് അടിമയായ
അടിമയായിത്തീരുകയും ചെയ്യുന്ന അനുഭവമാണ് ഇന്നുള്ളത്. മദ്യപാനം നിർത്തുവാൻ വേണ്ടി പല വിധത്തിലുള്ള ചികിത്സകൾ ചിലർ ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ടതായ ചികിത്സകൾ ചെയ്യുന്നുണ്ടെങ്കിലും വേണ്ട ഫലപ്രാപ്തി പലരിലും കാണുവാൻ കഴിയുന്നില്ല. ധ്യാനയോഗങ്ങളിൽ വെച്ച് സംബന്ധിച്ചിരുന്നതിനാൽ ഇതിൽ നിന്ന് വിടുതൽ ലഭിച്ചതായി കേൾക്കുവാൻ ഇടയായി. എന്നാൽ ഇങ്ങനെ വിടുതൽ പ്രാപിച്ച പലരും അത് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാതെ പഴയ മദ്യപാനത്തിലേക്ക് വീണ്ടും പോകുന്നു. കോട്ടയിലും ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയിട്ട് വരും, മദ്യപാനം നിർത്തും. അവിടെ ഒരു പരിവം വരെ അവർ പ്രാർത്ഥിച്ച് വചനം കൊടുക്കുന്നുണ്ട്. പക്ഷേ പിന്നത്തേതിൽ അവർ വീണ്ടും പഴയതിലേക്ക് തിരിഞ്ഞു പോകുന്നു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാണ് എല്ലാ പാപ സ്വഭാവങ്ങളും പരിശീലനങ്ങൾക്കും ദുർനടപ്പിനും മദ്യപാനത്തിനും എല്ലാം ഇടയായി തീർന്നത്. തീയിലിരിക്കുന്ന ഒരു തീക്കട്ട തീയിൽ നിന്ന് വെളിയിലെടുത്താൽ ഉടൻ തന്നെ അത് കരിക്കട്ടയായി മാറും. കരിക്കട്ട വെളുക്കുവാൻ നാം എന്തെല്ലാം പ്രവർത്തിച്ചാലും ചെയ്താലോ ആ പ്രയത്നങ്ങൾ എല്ലാം നിഷ്ഫലമായി പോവും. എന്നാൽ വീണ്ടും നീ ആ കരിക്കട്ടയെ നാം ആ തീയിൽ വെച്ചാൽ അത് ശോഭയുള്ള തീക്കട്ടയായി രൂപാന്തരപ്പെടും. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്വഭാവങ്ങൾക്കും വ്യതിയാനം വരണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, അപ്പൻ്റെ ഇളയ മകൻ്റെ കാര്യം പറഞ്ഞു. അപ്പനിൽ നിന്ന് കിട്ടേണ്ടത് സകലം തൂത്തൊടിച്ച് വാങ്ങിച്ചു കൊണ്ടുപോയ മകൻ അവൻ മുഴുവൻ നശിപ്പിച്ച് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ പന്നിയുടെ വാള വരെ തിന്ന് അവൻ കഴിച്ചു കൂട്ടിയെങ്കിൽ ഒരിക്കൽ അവന് സുബോധം വന്നിട്ട് മടങ്ങി വരുന്നു. അപ്പോൾ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു എന്ന് ലൂക്കോസ് 15:11 മുതൽ 32 വരെയുള്ള ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കാണാം. അവനെ സ്വീകരിക്കുക. നിൻ്റെ വീട്ടിൽ വേലക്കാരനായി എന്നെ നിർത്തണമേ. നിൻ്റെ മകനെന്ന് പറയുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തു. മടങ്ങി വന്നവന് വേണ്ടി പ്രവർത്തിക്കാം. പ്രിയ സഹോദര, ഈ ദൂതുകളെല്ലാം കേട്ടിട്ട് നീ മടങ്ങി വരുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അതിനായി ദൈവകരങ്ങളിൽ മടങ്ങി വരുന്നവനെ ദൈവം ഇന്ന് ചേർത്തുകൊള്ളും. അപ്പൻ അവിടെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് എൻ്റെ വന്നതുപോലെ നീ ഉറച്ച തീരുമാനത്തിലേക്ക് കടന്നു വന്നാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാവും. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരിക്കൽ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിൽ പ്രവർത്തിക്കട്ടെ, നിങ്ങളുടെ തലമുറകളിൽ പ്രവർത്തിക്കട്ടെ. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പനോട് പറയാം, നിന്നോട് ഞാൻ പാപം ചെയ്തു. പണ്ട് ഒരു പാട്ടിങ്ങനെ അവിടെ, യേശു എന്നെ ഉള്ളത്തിൽ വന്നതാലേ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ താൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. യേശു എന്നുള്ളത്തിൽ വന്നതാലേ. അതുകൊണ്ട് ആരെന്നെ കേൾക്കുന്നുവോ പ്രിയ സഹോദര, നിന്നെ വിടുവിക്കുവാൻ യേശുവുണ്ട്, നിന്നെ രക്ഷിക്കുവാൻ യേശുവുണ്ട്, നിന്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാൻ യേശുവുണ്ട്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ക്രിസ്മസ് ഒന്നുമില്ലപ്പ, ഒരു ചാറ് പോലും ഞാൻ വാങ്ങിച്ചു നോക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാം. ഈ പാട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിൻ രക്ഷിതാവുമായി സ്വീകരിക്കുന്നു എങ്കിൽ നമ്മിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. ബൈബിൾ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറയും, ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. റോമർ 10:9. യേശു ക്രിസ്തു നിൻ്റെ ഹൃദയത്തിൽ വസിക്കട്ടെ, നിൻ്റെ ഹൃദയമാകുന്ന ആലയത്തിൽ വസിക്കട്ടെ. നമ്മുടെ മരുഭൂമിയിലെ ജീവിതം ചുരുങ്ങിയ കാലയളവ് മാത്രമേ ഉള്ളൂ, എന്നാൽ നിത്യത അന്ത്യമില്ലാത്തതാണ്. ബൈബിൾ പറയുന്നു, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ആകയാൽ മദ്യപാനം നിത്യമായ നരകത്തിലേക്ക് കൊണ്ട് തിരിക്കുമെങ്കിൽ അവൻ അപ്പൻ്റെ ഇളയ മകനെ പോലെ ദൈവസേനയിൽ മടങ്ങുമെന്ന് തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുക. അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവം പോക്കി ശുദ്ധീകരിക്കുക. യോഹന്നാൻ എഴുതിയ 1 ലേഖനം 1:7. യേശുക്രിസ്തു ആകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ പാപത്തിൻ്റെ അന്ധകാരം ഓടി മറയുകയും
എല്ലാ പാപത്തിൻ്റെ അന്ധകാരം ഓടിമറയുകയും തുടർന്നുള്ള നമ്മുടെ ആത്മീയ കൂട്ടായ്മ മദ്യപാന്മാരുമായി ചേർന്നായിരിക്കരുത്. പൗലോസ് വീണ്ടും ഓർപ്പിക്കുന്നത്, സഹോദരൻ എന്ന വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനാണോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവരോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത്. കൊരിന്ത്യർക്കെഴുതിയ 5:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കഴിവുള്ളിടത്തോളം മദ്യം കൂടെ വിളമ്പുന്ന പാർട്ടികളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. മദ്യപാനികളുമായുള്ള കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക വളരെ നല്ലതാണ്. ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. മദ്യം കുടിക്കണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ അല്പസമയം ദൈവവചനമെടുത്ത് വിശുദ്ധ വേദപുസ്തകമെടുത്ത് വായിക്കുക. വിടുതലിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മക്കളുടെ മുൻപിൽ ഞാൻ എന്ന ഒരു മാതൃക ജീവിതം നയിക്കുമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് നാം മരിക്കുമെന്നുള്ള നിശ്ചയമില്ലാത്തതിനാൽ മരണാനന്തര ആത്മാവ് സ്വർഗ സ്ഥലങ്ങളിൽ അപ്പോസ്തലൻ പോലെ ഉറപ്പ് നിൽക്കുക. ഫിലിപ്പിയർ 1:23. നാളെ അവിടെ പൗലോസ് അപ്പോസ്തലനെ പോലെ ഫിലിപ്പിയർ 1:23 പറയുന്നത് പോലെ ഉറപ്പ് പ്രാപിക്കുക. ഒരാളെ പാമ്പ് കടിച്ചാൽ മരിക്കുന്നതിന് മുൻപാണ് വിഷയിറക്കേണ്ടത്, അല്ലാതെ മരണശേഷമല്ല. അതുപോലെ നാം ജീവനോടുകൂടെ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം യേശുവിൽ കൂടെ നേടേണ്ടിയിരിക്കുന്നു. യേശു ക്രിസ്തു ഉറപ്പിച്ചു പറഞ്ഞു, മരണശേഷം പാതാളത്തിൽ യാതനാ സ്ഥലത്തിലുള്ളവർക്ക് സ്വർഗസ്ഥലങ്ങളിലേക്ക് പോകുവാനോ സ്വർഗത്തിലുള്ളവർക്ക് യാതനാ സ്ഥലത്തേക്ക് പോകാനോ കഴിയില്ല. ലൂക്കോസ് 16:19-31. ആകയാൽ ഭൂമിയിൽ വെച്ച് തന്നെ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പ് പ്രാപിക്കുക, അതിനായി പരിശ്രമിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുവാനിടയാകട്ടെ. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം കുത്തിക്കുറിച്ച് എഴുതിയെടുത്ത് പറഞ്ഞതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാവും. ആരനുഭവിച്ച് മടങ്ങി വരുന്നുവോ? ഒരിക്കലൊരു പാട്ടുകാരൻ ഇങ്ങനെ പാടി, സ്വർപ്പുരമേ കരറിന് സാക്ഷി നിൽക്കും മനമേ ഭാഗ്യനാ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ. ഞാനങ്ങ് പാടിയതാ കേട്ടോ. യേശു കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ മകനായി മകളായി തീരുമ്പോൾ നീ ഭാഗ്യവാനാ. ഇതൊരു കരാറാ അപ്പൻ്റെ മുമ്പിൽ. ബൈബിളിൽ ഒരുപാട് പേര് കുടിച്ചതായിട്ട് കാണുന്നുണ്ട്. നോഹ കുടിച്ച് പൂസായി കിടന്നു, വീഞ്ഞ് കുടിച്ച് പൂസായി കിടന്നു. ഹാം കണ്ടു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാണ്, കനാൻ ശപിക്കപ്പെട്ടു. തൻ്റെ വസ്ത്രം നീക്കിക്കിടന്നു, അവർ പോയി പറഞ്ഞു നീക്കിട്ടു. പക്ഷേ കനാൻ നോക്കുമ്പോൾ കനാനെ കാണുന്നു, ചാടിപ്പിടിച്ച് കനാനെ ശപിച്ചു. ഒരു നോഹയുടെ കുടി നിമിത്തം തലമുറ ശപിക്കപ്പെട്ടില്ലേ? കനാൻ ദേശത്ത് കനാന്യ വിഗ്രഹങ്ങളെ ആരാധിച്ചില്ലേ? ബാൽ വിഗ്രഹങ്ങളെ അവർ ആരാധിച്ചില്ലേ? സഹോദര, ഒരു മദ്യപാനം മൂലം വരുത്തി വയ്ക്കുന്ന അനേക കാര്യങ്ങളായി പറഞ്ഞ് അത് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് വിടുതൽ വേണമെങ്കിൽ, നിൻ്റെയൊക്കെ സമാധാനം വേണമെങ്കിൽ, സന്തോഷം വേണമെങ്കിൽ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീഴാം. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക. മദ്യപാനത്തെക്കുറിച്ച് ഒരുപാട് പേരെക്കുറിച്ച് ബൈബിള് പറയുന്നു. നമുക്ക് ഈ ക്രിസ്മസ് സന്ദേശമായിട്ട് എത്ര കന്നുകാലികളെ വെട്ടുന്നു, എത്ര പേർ മദ്യത്തിന് അടിമയായി ശണ്ട കൂടുന്നു, എത്ര പേർ മദ്യത്തിന് അടിമയായി
ദൈവ വഴി വിട്ട് മാറിപ്പോകുന്നു. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ സന്ദേശത്തിൽ കൂടെ ദൈവം ഈ മദ്യപാനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശമാന കടകൾക്കവന് ഈ വചനം എല്ലാവരും കേൾക്കണം. ഈ വചനം എല്ലാവരും കേൾക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, റബ്ബർ പാലും വെള്ളയാ, പശുവും പാലും വെള്ളയാ. അതുകൊണ്ട് റബ്ബറും പാലെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. പശുവും പാല് കുടിക്കേണ്ടിടത്ത് പശുവും പാല് തന്നെ കുടിക്കണം. മനസ്സിലായല്ലോ? അതുകൊണ്ട് വെളുക്കുന്നതെല്ലാം പൊന്നല്ല. പലരെയും കബളിപ്പിക്കാൻ ശത്രു പോരാടുകയാണ്. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധ നല്ല പിതാവേ, ഈ ക്രിസ്മസ് ദിനത്തിൽ മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കിയില്ലെന്നുള്ള വചനപ്രകാരം അപ്പൻ്റെ സന്നയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചില വ്യക്തികൾ എഴുതിയ പുസ്തകത്തിൽ നിന്നും ബൈബിൾ ധ്യാനിച്ച വിഷയത്തിൽ നിന്നും കുറേ ചിന്തകൾ, കാര്യങ്ങൾ പറയുവാനിടയായി. ദൈവാത്മാവേ ഇവരോട് ഇടപെടണമേ, സംസാരിക്കണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. സകലവും തിരുനാമമാത്രത്തിനാക്കി തീർക്കണം. ദൈവകൃപയാൽ നിറയ്ക്കും. അത്ഭുതങ്ങൾ നടക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രകാലകൾക്ക് ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുക. അതിനെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ജാതി മത സംഘടന ഭേദമന്യേ എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കണമേ പിതാവേ. ദൈവദാസന്മാർ, കുഞ്ഞുകുട്ടികൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ലോകമെമ്പാടും കർത്തൃവയിൽ അധ്വാനിക്കുന്ന ദൈവഭൃത്യന്മാർക്കായി സ്തോത്രം. അടിയന്റെ പ്രിയപ്പെട്ടവർക്കായി, കുഞ്ഞുങ്ങളെ 3 പേർക്കായി പ്രാർത്ഥിക്കുന്നു. ഭാവി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അല്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്യും, അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. കൃപ കൂടിയിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡന്റിന് വേണ്ടി, മറ്റു പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം വൻകാര്യങ്ങളെ ചെയ്താട്ട്, അത്ഭുതങ്ങളെ പ്രവർത്തിച്ചാട്ട്. ഇന്നു മുതൽ ആ മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ അനേക കുടുംബങ്ങളെ സഹായിക്കണം. മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തന്നെ പിതാവേ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഓൾ അബണ്ടൻലി. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.